മൊബൈൽ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഭയങ്കര രസമായിരിക്കും. കൈ ഇത് വിരൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കും എല്ലാവരുടെയും അല്ലേ. കാരണം എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മളുടെ നിലപാട് എന്താണെങ്കിലും ശരി, പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ റൈറ്റാണ്. സോ ഐ ഓൾസോ ഡൺ മൈ പാർട്ട്. എനിക്ക് സ്കൂളിലായിരുന്നു, ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വോട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ള മുല്ലപ്പൂ കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് കുട്ടിക്കാലം തന്നെ ആയിരിക്കും അല്ലേ. ഒരു നൊസ്റ്റാൾജിയ. അതെന്താണെന്ന് പറഞ്ഞൂടാ, ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന മുല്ലപ്പൂ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നമ്മൾ നോർമലായിട്ടുള്ള തലയിൽ വെക്കുന്ന മുല്ലപ്പൂ മാല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിനല്ല, ഞാൻ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന മുല്ലപ്പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു മണത്തിന് പോലും നമ്മളുടെ കുട്ടിക്കാലത്തിൻ്റെ ഒരു മണമാണ് അല്ലേ. ഇതിങ്ങനെ കുറച്ച് ഈ വേനൽക്കാലത്ത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വീട്ടിലെ മുല്ലപ്പൂ ചെടിയൊക്കെ നിറയെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അങ്ങനത്തെ മുല്ലപ്പൂവിൻ്റെ ചെടി ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചിമാരൊക്കെ കുറേ കൊണ്ടുവന്ന് തരും നമ്മളുടെ വീട്ടിൽ. അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുള്ള പൂക്കളാണ് ഈ കാണുന്നതെല്ലാം, ഒരുപാട് പൂക്കൾ. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ മാലയൊക്കെ കോർത്ത് കൊടുക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ് കഴിഞ്ഞത് കോർക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുട്ടാണല്ലോ കോർത്തിട്ട് തലേ ദിവസം തന്നെ മുട്ട് കോർത്ത് വെച്ചാൽ അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ അമ്മമ്മ എന്നെയൊക്കെ കോർത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്ളോഗല്ല കേട്ടോ. കുറച്ച് റാൻഡം ക്ലിപ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഒരു കുഞ്ഞു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോസ് എല്ലാം ഏട്ടൻ ഇവിടെ ഉള്ള സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫിലിമിന് പോയതാണ്. അപ്പോൾ പാറുവിന് എക്സാം നടക്കുന്ന സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. അവളുടെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൂവിക്ക് ഇപ്പോൾ കുറച്ച് സമയമല്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ മൂവിക്ക് ഇറങ്ങിയതാണ്. ആട് 3 കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് പോയത്. മൂവീനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇതിൻ്റെ മുന്നത്തെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 3 അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മമ്മ നിൽക്കൂ, എടുത്തുതരാം. മൂവി കാണാൻ പോകുമ്പോൾ അമ്മ ആദ്യം ഓടിപ്പോയിട്ട് അവിടെ പോസ്റ്റർ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കും. കാരണം എന്താ പറയുക, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊക്കെ മൂവി തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയാറില്ലേ, നമ്മളതിങ്ങനെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല വെച്ചെങ്കിൽ നമുക്കൊരു വിഷമാണ് എന്നുള്ളത്. അതുപോലെയാണ് അമ്മ വേഗം ഓടിപ്പോയിട്ട് അതിൻ്റെ പോസ്റ്റർ ഫോട്ടോ എടുത്ത് വയ്ക്കും. കാരണം ഇനി അപ്പോൾ പേരെഴുതി കാണിക്കുന്നത് അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടി തന്നെ പോസ്റ്റർ എടുത്ത് വയ്ക്കും. എന്നിട്ട് അത് അപ്പം തന്നെ സ്റ്റാറ്റസ് ഇടും. പാറു നാല് സൈഡിൽ നിന്ന് എല്ലാവരും വീഡിയോ എടുപ്പാണ് കേട്ടോ. അമ്മ നന്നായി വീഡിയോ എടുക്കും. അത് പറഞ്ഞപ്പോഴാണ് അമ്മയുടെ ഒരു വീഡിയോ ആക്ച്വലി പെൻഡിങ് ഉണ്ടല്ലേ ഈ ഒരു വൃന്ദാവന യാത്രയുടെ കാര്യം പറഞ്ഞിട്ട്. കാരണം എന്താ അറിയോ, അത് ഇത്രയും ദിവസം ലേറ്റ് ആവണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അന്ന് തൊട്ടിട്ട് അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ അമ്മ ഇല്ലാണ്ട് പിന്നെ ഞാനത് അത് ആ ഒരു വീഡിയോ എന്തായാലും എനിക്ക് പറ്റില്ലല്ലോ. കാരണം എന്തൊക്കെ അവിടെ കണ്ട കാഴ്ചകൾ അമ്മയ്ക്കല്ലേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റ് ആയത് കേട്ടോ. ഇതെന്താണെന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു സംഭവം ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇത് ആപ്പിൾ ചാമ്പയ്ക്കയാണ്, ആപ്പിൾ ചാമ്പ. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല വലുത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു രൂപം കാണുന്ന സമയത്ത് നമ്മുടെ പറങ്കിമാങ്ങ അല്ലേ, കശുമാങ്ങ, അതിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ആ ചെറിയൊരു ചാമ്പയ്ക്കാണല്ലോ, ചുവപ്പ് കളറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിൽ അത് അധികമൊന്നും ഉണ്ടായിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഈ ആപ്പിൾ ചാമ്പ എന്നുള്ളത് വലുത് അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അവിടുത്തെയാണിത്. ആദ്യത്തെ മാങ്ങാക്കൂട്ടൻ വെച്ചാണ്. ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാക്കൂട്ടനാണ്. ആദ്യത്തെ മാങ്ങാക്കൂട്ടാൻ കാണിക്കാൻ ഇത്തിരി ലേറ്റായി എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 മാങ്ങാക്കൂട്ടാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. മാങ്ങ പഴുത്തതിന് ശേഷം പിന്നെ പറയണ്ടല്ലോ, ദിവസവും മാങ്ങാക്കൂട്ടൻ തന്നെയാണ്. നമ്മളന്ന് കടുമാങ്ങി ഉപ്പുമാങ്ങയൊക്കെ കാണിച്ച ആ ഒരു സമയത്ത് അവിടെ കാണിച്ച മാവുകളൊക്കെ അല്ലേ, അതിലത്തെ എല്ലാം മാങ്ങയൊക്കെ ഇപ്പം നല്ലപോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാങ്ങ കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ കാലത്ത്. പക്ഷേ വീട്ടിൽ പാറു പ്രതു കുട്ടികൾക്കും അതുപോലെ തന്നെ സജിത്തേട്ടൻ നാട്ടിലുള്ള സമയത്ത് സജിത്തേട്ടനും ഒന്നും ഇങ്ങനത്തെ മധുരമുള്ള കൂട്ടാനുകളൊന്നും ചോറിന് ഇഷ്ടമല്ല. മാങ്ങ ധാരാളം കഴിക്കുമെങ്കിൽ കൂടി
ചോറിൽ ഇങ്ങനെ മധുരമുള്ള കറികളൊന്നും ഉണ്ടാക്കിയ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അധിക ദിവസവും മാങ്ങ കൂട്ടം നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ. പ്രാർത്ഥിച്ചില്ലേ? പാറുക്കുട്ടീസ് ലാസ്റ്റ് എക്സാം +2 ഇന്നൊരു വരവ് കിട്ട് വരും അല്ലേ? എങ്ങനെ വരിക? അല്ല പിന്നെ പാറുവിൻ്റെ ലാസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അന്നാണെച്ചെങ്കിൽ പ്രദൂനും ക്ലാസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പം ഏപ്രിലിൽ പ്രദൂന് ലീവാണ്, ഇനി മെയ്യിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസത്തെയാണ് കേട്ടോ ഇതൊക്കെ. ഓരോ ദിവസത്തെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പലതും വീഡിയോ എടുത്ത് വയ്ക്കും. പക്ഷേ എല്ലാം കൂടെ നമ്മൾ എവിടെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ചെറിയൊരു ഡൗട്ട് വരും. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ ബൈ. ശരി, എന്നായിരുന്നോളൂ, ബസ് ഇപ്പോൾ വരും. ഓക്കെ കേട്ടോ. റെഡി അല്ലേ? ഞാൻ 2 ആഴ്ചയായിട്ട് റെഡി. നോക്കി നല്ലോണം എഴുതട്ടോ. കഴിഞ്ഞ ഉടനെ വിളിക്കണം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. നല്ല ശ്രദ്ധിച്ചെഴുതണേ. വെക്കേഷൻ ആവുന്ന സമയത്ത് കസിൻസൊക്കെയും വരുമല്ലോ അല്ലേ? അത് എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയണത് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരുന്ന് നമ്മൾ കുറേ സംസാരിച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ. നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് എപ്പോഴും ഉള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നമ്മൾ ഉമ്മരത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലിരുന്ന് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുക. അതുപോലെ വീട്ടിൽ ആര് വരികയാണെങ്കിലും അതെ നമ്മളെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെയൊക്കെ അത് ഒരു രസമല്ലേ അല്ലേ? എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറേഷനാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. പക്ഷേ ഇതിൽ പലരും മിസ്സിങ് ആണ് കേട്ടോ. അവളുള്ളവരെ വെച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങനെ എടുത്തതായിരുന്നു. മുത്തശ്ശിയും പേരക്കുട്ടികളും, പേരക്കുട്ടികളുടെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടി. ഈ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടില്ലേ, എത്ര വർഷം പഴക്കമുള്ള പ്ലാവെന്നറിയോ? ഞങ്ങൾക്ക് ഭയങ്കര കുട്ടിക്കാലം തൊട്ടിട്ടേ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട്. തറവാട്ടിലെയാണ് കേട്ടോ. തറവാട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അതിൻ്റെ ഒന്നും അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ മക്കളെയൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ? ഓടി കളിച്ചിട്ട് വേർക്കും മക്കളെ. അതിങ്ങനെ പൊന്തിച്ചിട്ട് നോക്കിയേ, കാണട്ടെ ഒരു ഫ്ലവർ. നല്ല ഉണങ്ങിയ പൂവാണ് ശരിക്കും, നല്ല പോലെ. ആ അതന്നെ. അയ്യോ വീട്. എന്താണ് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? ഇത് കഴിച്ചാലോ? നല്ല മധുരമുണ്ട്. ശരിയാ. ചെടി ഇവിടെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി കാണിച്ചിടാൻ പോകട്ടോ. എവിടെ 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 ഇതാണോ? ഇതല്ലല്ലോ, അതിന്റെ മുകളിൽ വേറെന്തോ കായല്ലേ? ഇതെന്താ സാധനം? ഇത് അരിനെല്ലിക്കാണോ? ഇത് അരിനെല്ലിക്കല്ലേ? ഇതല്ലല്ലോ, ഇതല്ല, ഇതാണ്. ഇതിന്റെ മുകളിൽ പക്ഷെ ഒന്നുമില്ല. ആ അത് പറിച്ച് വെച്ചതായിരുന്നു മുന്നേ.
നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ പ്രതുവിൻ്റെയും മിത്തുവിൻ്റെയും ഡ്രസ്സ് ഉണ്ടല്ലേ ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ. പ്രതുവിൻ്റെ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്താണ്. ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പുറത്ത് പോയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കാറിൽ എല്ലാവരുടെയും കൊള്ളില്ല. അപ്പോൾ ഞാനും പാറും അല്ലെങ്കിൽ ഞാനും പ്രതുവും കൂടിയിട്ട് അങ്ങനെ ആദ്യം സ്കൂട്ടിയിൽ പോവും, ബാക്കി എല്ലാവരും കാറിൽ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ സംഭവം കണ്ടില്ലേ, നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനൊരു കോട്ടപ്പുറം ഫെസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനൊക്കെ. അപ്പം എന്താ പറയുക, ഒരു ദിവസം നമ്മൾ പോയി കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മളാണെങ്കിൽ പോകുമ്പോൾ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ഇലക്ഷൻ്റെ പ്രചാരണങ്ങളൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരും ഒക്കെ ആയിട്ട് റോഡിൽ ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ചെറിയൊരു വഴി കൂടെയാണ് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം വളാഞ്ചേരിയിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ രാത്രി സമയത്ത്. പക്ഷെ എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമ്മൾ വലിയകുന്ന് തന്നെയാണ് എത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആകെ ഒരാഴ്ചയല്ലേ മിത്തുക്കുട്ടി ഇവിടെ നാട്ടിൽ നമ്മളുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ പാറുവിനാണെന്ന് വെച്ചെങ്കിൽ എക്സാം ടൈമാണ്, പ്രതുവിനാണെന്നുണ്ടെങ്കിൽ ഡേ ടൈം എല്ലാം ക്ലാസ്സും ഉണ്ട്, ആനുവൽ ഡേൻ്റെ പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ രാത്രിയിൽ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത് എന്തെങ്കിലും പുറത്ത് പോകാനും അങ്ങനെ കുട്ടികൾക്ക് അന്ന് സംസാരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. ഫിലിമിനാണെച്ചെങ്കിലും അതുപോലെ തന്നെ എല്ലാം. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ ഒന്നിച്ച് എൻജോയ് ചെയ്യാനുള്ള അങ്ങനെ ഒരുപാട് ടൈമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കുറച്ച് ദിവസങ്ങളല്ലേ, എന്തായാലും കുഴപ്പമില്ല. ഉള്ള സമയം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടും ഒരുമിച്ച് പുറത്ത് പോയിട്ടും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിം ലൈറ്റാണല്ലോ ഉണ്ടാവുക അല്ലേ, ചെറിയൊരു മ്യൂസിക്കും ഡിം ലൈറ്റും ഒക്കെ ആയിട്ട് വേറൊരു വൈബല്ലേ. പക്ഷേ അത് കാരണം ഇവിടെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കിട്ടില്ല. കാരണം ഇരുട്ടല്ലേ, കുറച്ചിങ്ങനെ ഇരുണ്ടിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും എപ്പോഴും കിട്ടുന്നത് കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഒരു പ്ലാനിൽ എടുത്തിട്ടുള്ള അങ്ങനെ വീഡിയോസ് ഒന്നുമല്ല. നമ്മളിങ്ങനെ കുറേ റാൻഡം ക്ലിപ്സ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ കൂടെ നമ്മൾ എവിടെ ഇടുമെന്നില്ല. അതാണ് ചിലത് നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോർട്രേറ്റ് മോഡിലായിരിക്കും, ചിലത് ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും, അങ്ങനെയൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ ചെയ്തത്. കാരണം ഇത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കിടക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു വ്ളോഗ് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെയും വേണ്ടേ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാൻഡ് വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ.